Meet the editors. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപതയും തയ്യാറാവുകയാണ്. ശനിയാഴ്ച മുതൽ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് KCYM നേതൃത്വം അറിയിച്ചു. സിനിമാ പ്രദർശനത്തെ പിന്തുണച്ച് സിറോ മലബാർ സഭയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിനിടയിൽ സിനിമ പ്രദർശിപ്പിക്കുന്നവരുടെ രാഷ്ട്രീയത്തിൽ വീഴാൻ താൽപ്പര്യമില്ല എന്ന തലശ്ശേരി അതിരൂപതയും സഭകൾ പ്രദർശിപ്പിക്കേണ്ടത് ഹെയ്റ്റ് സ്റ്റോറികളല്ല എന്ന ഗീവർഗീസ് മാർ കൂർലോസും പ്രതികരിച്ചു. എല്ലാവരും സിനിമ കാണണമെന്നാണ് കത്തോലിക്ക സഭയുടെ യുവജന വിഭാഗമായ KCYMന്റെ ആഹ്വാനം. താമരശ്ശേരി രൂപതയുടെ KCYM യൂണിറ്റുകളിൽ ശനിയാഴ്ച മുതൽ ചിത്രം പ്രദർശിപ്പിക്കും. കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതെന്നും KCYM. കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലുള്ള സംഗതി കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ പറയട്ടെ പേരൻസിനും ഇതൊരു വലിയ ബോധവൽക്കരണമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഈ സിനിമ പകരുന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയാനാകില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസും പ്രതികരിച്ചു. തലശ്ശേരി അതിരൂപയിലെ KCYM നേതൃത്വവും സിനിമ പ്രദർശിപ്പിക്കാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പായതിനാൽ പള്ളികളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി രൂപത അറിയിച്ചു. ഈ സമയത്ത് അതനുസരിച്ച് ഈ സിനിമ ഒരുപക്ഷെ ആ സിനിമ നിർമ്മിച്ചവരുടെ അതിപ്പോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് തലശ്ശേരി രൂപതയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു താല്പര്യമില്ല, അതൊരു വിവാദമാക്കണം താല്പര്യമില്ല. പ്രണയച്ചതിയുണ്ട്, നിശ്ചയവും അത് പരിഹരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഈ സിനിമ അത് നിർമ്മിച്ചവരും അത് കാണിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സിനിമാ പ്രദർശനത്തിനെതിരെ യാക്കോബായ സഭാ മെത്രോപ്പൊലീത്ത ഗീവർഗീസ് കൂർലോസ് രംഗത്തെത്തി. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അങ്ങനെ ഒരു പ്രദർശനം നടത്തുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന്, ഒരു മതേതര സമൂഹത്തിന് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വാദത്തിൽ കഴമ്പില്ല. അത് എന്തുകൊണ്ടും പ്രതിഷേധാർഹം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയും സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്. ശരി, ചൂണ്ടയിൽ കൊത്തിയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നികേഷ് കുമാർ. സ്മൃതി, കേരളത്തിൽ ഈ മതേതര രാഷ്ട്രീയത്തിൻ്റെ ശക്തിയിലാണ് ന്യൂനപക്ഷങ്ങൾ ഇവിടെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയാതെ പോകുന്നത്. എനിക്കിന്നൊരു ക്ലിപ്പിംഗ് കിട്ടി. എന്താണ് പഠിപ്പിക്കേണ്ടത്, വേദപാഠം പഠിപ്പിക്കേണ്ടത്, കുർബാന ചെല്ലേണ്ടത്, സിനിമ കാണിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ്. ഈ കേരളത്തിലെ പള്ളികള് ഇവിടുത്തെ പഴയ ഹിന്ദു രാജാക്കന്മാരും നാടുവാഴികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ 2000 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. വളരെ കൃത്യമായിട്ട് പറയുന്നു, വി ഡി സതീശന്റെയോ അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ തന്തയുടെ വകയല്ല കേരളത്തിലെ പള്ളികൾ. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ നോക്കൂ, വി ഡി സതീശൻ്റെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയോ തന്തയുടെ വകയല്ല ഇവിടുത്തെ പള്ളികൾ എന്നാണ് ഇന്നലെ ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു പാനലിസ്റ്റ് പറയുന്നത്. ഈ അഹങ്കാരം ഇവിടെ നിന്ന് വരുന്നു. ഇത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ ലോക സാഹചര്യം, രാജ്യ സാഹചര്യം മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് അത്ഭുതമാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കുക, അങ്ങനെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് സംഘപരിവാർ ശക്തികൾ ജയിച്ചു എന്ന തോന്നലുണ്ടാവുകയാണെങ്കിൽ ഈ കേരളത്തിലും അപകടകരമായിട്ടുള്ള അവസ്ഥ വരാൻ അധിക കാലമില്ല എന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ലജ്ജാകരമായ കാര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ വസ്തുതകളില്ലാത്ത കാര്യം ചേർത്ത് വികലമായ ഒരു പ്രോപ്പഗാൻഡ സിനിമ സൃഷ്ടിച്ച് അത് IFFIയിൽ പ്രദർശിപ്പിക്കുക. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരുകൾ അത് ടാക്സ് ഫ്രീ ആയി പ്രദർശിപ്പിക്കുക. അതിനെ പ്രധാനമന്ത്രി തന്നെ എൻഡോഴ്സ് ചെയ്യുക. അത് ദൂരദർശനിൽ കാണിക്കുക. IFFIയിലെ സമാനമായൊരു സിനിമ കാണിച്ചപ്പോൾ, കശ്മീരി ഫയൽ കാണിച്ചപ്പോൾ നദാവ് ലാപ്പിഡ് എന്ന് പറയുന്ന ഇസ്രായേലി സംവിധായകൻ പറഞ്ഞത് കശ്മീരി ഫയലിനെ വിലയിരുത്തിയിട്ടുള്ളത് അതൊരു പ്രൊപ്പഹാൻഡ സിനിമ എന്ന് മാത്രമല്ല വൾഗറാണ് എന്നുള്ളതാണ്. സമാനതമോ അല്ലെങ്കിൽ അതിനേക്കാൾ വൾഗറോ ആയിട്ടുള്ള ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ആ ജൂറി അന്ന് അവകാശപ്പെട്ടിട്ടുള്ളത് ആ ജൂറി ഈ സിനിമ കണ്ടപ്പോൾ ഷോക്ക്ഡായിപ്പോയി എന്നുള്ളതാണ്, ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഫ്രെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിൻ മോളറുടെ വാക്കുകൾ ഓർമ്മിക്കേണ്ടി വരിക. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളി ആയിരുന്നില്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല. ഇവിടെ ഈ തന്തക്ക് വിളിക്കുന്ന
ആളുകൾ മനസ്സിലാക്കേണ്ടത് മതേതര രാഷ്ട്രീയത്തിൻ്റെ കരുത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിന്നു പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊരു ഇടമുണ്ടാക്കി കൊടുക്കുകയാണ് ഈ പറയുന്ന വർഗീയ ചെരുവ് സൃഷ്ടിക്കുന്നവർക്കെങ്കിൽ നിങ്ങളെ തേടി വരാൻ അധിക കാലം വേണ്ടി വരില്ല. ശരി, നമുക്ക് ഒരു ഇടവേള കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയാലോ? ചർച്ച തുടരാം. ചൂണ്ടയിൽ കുത്തിയോ ഉണ്ണി ബാലകൃഷ്ണൻ? ചൂണ്ടയിൽ കൊത്തി എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇന്നു ഞാൻ നാളെ നീ എന്നാണല്ലോ വചനം. അപ്പോൾ ഇപ്പോൾ നേരത്തെ നിമോളറുടെ കവിത നികേഷ് സൂചിപ്പിച്ചു. അവസാനം ഒറ്റപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കാനും ആരും ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ കവിതയിലൂടെ പറയുന്നത്. അത് നാസി ജർമ്മനിയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടൊരു ഒരു കവിതയുമാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ എവിടെയും ആസൂത്രിതമായി ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണ്. ആസൂത്രിതമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണ്. ഞാൻ പറയാം, ഇപ്പോൾ 2002 പിന്നെ മുസ്ലിങ്ങൾ വൻതോതിൽ ഗുജറാത്തിൽ ആക്രമിക്കപ്പെട്ടത്. അതിനു മുമ്പ് 1998 വലിയ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഗുജറാത്തിൽ. 1998 ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡാങ്ക് ജില്ലയിലാണ് അന്ന് ആ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് അവിടെ മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയത്. 2000 ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ മൈനോറിറ്റി കമ്മീഷൻ പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് ആ സാഹചര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 1999 ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം നമ്മളിനി ആവർത്തിച്ചു പറയേണ്ടതില്ല. ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 10 വയസ്സും 7 വയസ്സുമുള്ള 2 മക്കളെയും കത്തിച്ചു കൊന്നത്, ജീവനോടെ കത്തിച്ചു കൊന്നത് ബജറംഗ ദളാണ്. ഈ രീതിയിൽ രാജ്യത്ത് ആസൂത്രിതമായി ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ, ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ എപ്പോഴും അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് ഹിന്ദുത്വ പുനരുത്ഥാനവാദികളാണ് എന്ന കാര്യത്തിൽ കണക്കുകൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ്, യാഥാർത്ഥ്യവുമാണ്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 525 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത്. 2023 ഏപ്രിൽ 13, അതായത് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ 9, കൃത്യം ഒരു വർഷം മുമ്പ് ദ്രൗപദി മുർമുവിനെ കണ്ടിട്ടൊരു ബിഷപ്പുമാരുടെ സംഘം ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രിസ്തീയ ദേവാലയങ്ങൾക്കും ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾക്കെതിരെ അതിൻ്റെ ഡാറ്റാ സഹിതം വെച്ചുകൊണ്ട് വലിയ മെമ്മോറാണ്ടം ദ്രൗപദി മുർമുവിന് കൊടുത്തു. ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫെബ്രുവരിയിൽ ജന്തർ മന്ദറിൽ, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ 22,000 പേര് പങ്കെടുത്തൊരു വലിയ റാലി നടന്നു. വളരെ പീസ്ഫുൾ ആയിട്ട് നടന്നൊരു റാലിയാണ്. ആ റാലിയിൽ വെച്ചിട്ടാണ് ഈ ക്രിസ്തീയ സമുദായം ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയും അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്തത്. ഈ രീതിയിൽ രാജ്യത്തുടനീളം ഹിന്ദുത്വ ശക്തികളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദുത്വ ശക്തിയുടെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടുള്ള ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകരമായൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടവകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ എല്ലാ ഇടവകളിലും വെക്കേഷൻ കാലങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ കാണിക്കപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞ കുറേ നാളുകളായി സഭയുടെ വിവിധ ഇടവകളിൽ കാണിക്കപ്പെട്ടിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി എന്താണെന്നറിയോ? മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. മണിപ്പൂർ ആർച്ച് ഡയോസിസ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. ഇംഫാലിലെ ബിഷപ്പ് പറഞ്ഞത് 36 മണിക്കൂറിനുള്ളിൽ 249 പള്ളികൾ അവിടെ കത്തിച്ചു എന്നാണ് കേട്ടോ. ഇംഫാലിലെ ബിഷപ്പാണ് പറയുന്നത്. ഇത് 36 മണിക്കൂർ എടുത്തിട്ടുള്ളൂ, 249 പള്ളികൾ അവിടെ ഇല്ലാതായി. അപ്പോൾ പിന്നെ ഈ മണിപ്പൂർ ആർച്ച് ഡയോസിസിൻ്റെ ഒരു സിനിമയുണ്ട്, മണിപ്പൂർ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട്, ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്ററിയാണ് കേരളത്തിൽ ഇടവകളിലെല്ലാം ഇപ്രാവശ്യം പിന്നെ വലിയ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അത് വളരെ സൈലൻ്റായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പം മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ ആ സമുദായത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ആ ഡോക്യുമെൻ്ററി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ ഏതൊരു വിഭാഗം ഇതാ ഇപ്പോൾ കേരള സ്റ്റോറി ഒരു ഇടുക്കി രൂപതയിലൂടെ കടത്തിവിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് പിന്നീട് അതിൻ്റെ നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്, അതിൻ്റെ പ്രത്യാഘാതവും ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മളിന്ന് ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വിവിധ രൂപതകളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അത് വെച്ചാൽ ഇടുക്കി രൂപതയുടെ മാത്രം പ്രശ്നമല്ല, അത് വിവിധ രൂപതകൾ, സഭകൾക്ക് കീഴിലുള്ള വിവിധ രൂപതകൾ അത് വീണ്ടും പ്രദർശിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രാജ്യത്തുടനീളം ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘർ വാപ്പസി എന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇന്ത്യയിൽ. അതാരാ നടപ്പാക്കുന്നത്? ഘർ വാപ്പസി എന്ന് പറയുന്ന പരിപാടി നടപ്പാക്കുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അതെല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നുണ്ട്. ഒറ്റ പരിപാടിയുള്ളത് എന്താണ്? റീകൺവെർസേഷൻ, എന്താ പറയുക, തിരിച്ചു കൊണ്ടുവരിക. ഘർ വാപ്പസി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൺവേർഷൻ നടത്തുന്നതിനെ റീകൺവേർട്ട് ചെയ്യുക. അപ്പോൾ റീകൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രൊപ്പഗൻഡയാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് ഈ സഭയിലെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ മണിപ്പൂർ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്തൂടി ഇതിനകത്ത് ഈ സിനിമ കയറ്റിവിട്ടിരിക്കുന്നത്. അത് കയറ്റിവിട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ കൊത്തുകയാണ് എങ്കിൽ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ അവസാനം അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു സാഹചര്യം രൂപപ്പെടും. ഇവിടെ
ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ. ഇപ്പം ഉത്തർപ്രദേശിൽ 0.18% ആണ് ഈ പറയുന്ന ഈ ഏറ്റവും പോപ്പുലസ് ആയ സ്റ്റേറ്റ് ഞാൻ എടുത്തിട്ട് പറയുകയാണ്. അവിടെ ആകപ്പാടെ പ്രാതിനിധ്യമുള്ളത് 0.18% ക്രിസ്ത്യാനികളേ ഉള്ളൂ. അവരുടെ പോലും ഈ പറയുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ആരൊക്കെയാണെന്നറിയാമോ? ഈ കോൺഗ്രസും ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളുമൊക്കെയാണ്. ആ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടാണ് ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒക്കെ ശക്തമായ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൗകര്യപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണെന്നും അത്തരം ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതെന്നുമുള്ള ഉത്തമ ബോധ്യം എപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, ആ നിമിഷം മുതൽ മറ്റൊരു തരത്തിലുള്ള ചേരിതിരിവ് രൂപപ്പെടുകയും ഒടുവിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പേരിൽ കുരിശിലേറ്റപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ മതേതരത്വമായിരിക്കും. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധയെടുക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് സഭകൾ, ഇതിനിറങ്ങിപ്പുറപ്പെടുന്ന സഭകളൊക്കെ തന്നെയും രൂപതകളൊക്കെ തന്നെയും ഒരു ആത്മപരിശോധന ഇന്ത്യൻ സാഹചര്യത്തിൽ നടത്തുന്നത് നല്ലതായിരിക്കും. ശരി, ചൂണ്ടയിൽ കൊത്തിയോ എന്ന ചോദ്യത്തിന് ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ഇന്നിപ്പോൾ താമരശ്ശേരി രൂപതയും സിനിമ ശനിയാഴ്ച പ്രദർശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തലശ്ശേരി രൂപത അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. പക്ഷേ ഇന്ന് 2 ക്രൈസ്തവ പുരോഹിതരിൽ നിന്നുണ്ടായിരിക്കുന്ന നല്ല പ്രതികരണങ്ങളാണ് പ്രതീക്ഷ നൽകുന്നത്. ഇപ്പോൾ നിരണം ഭദ്രാസനാധിപനായിരുന്ന കുർലേസ് തിരുമേനി പറയുന്നു, വെറുപ്പിൻ്റെ സിനിമകളല്ല, സ്നേഹത്തിൻ്റെ കഥകളാണ് കാണിച്ചു കൊടുക്കേണ്ടത് കുട്ടികൾക്കെന്നാണ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫാദർ പോൾ തേലേക്കാട് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഈ കേരള സ്റ്റോറിയും കൊണ്ട് നടക്കുന്നത്, അതിൻ്റെ പ്രദർശനവുമായി നടക്കുന്നതെന്ന കാര്യം പറയുന്നു. കേരളം പോലുള്ള ഒരു പ്രദേശത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എത്രത്തോളം ഐക്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇതിൽ സംഘപരിവാറിൻ്റെ ബുദ്ധി, ആ ബുദ്ധിയിൽ അതിൻ്റെ ദുർബുദ്ധിയിൽ അതിൽ വീഴുന്നവർ ഈ രൂപത്തിൽ അതുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞാണ് കാസ എന്ന സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വലിയ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംഘടനയല്ല എന്നൊക്കെ രൂപത്തിൽ പറയാമെങ്കിലും അതിനെ പ്രധാനപ്പെട്ട പുരോഹിതരൊക്കെ തള്ളിക്കളയുന്നുണ്ട്. എങ്കിലും അത് ഉണ്ടാക്കുന്നൊരു ആശയ ലോകമുണ്ട്. അത് വല്ലാത്ത രീതിയിൽ വിപുലപ്പെടുന്നു എന്നുള്ളത് ഭയപ്പെടേണ്ട കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഈ സഭകൾ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നുണ്ട് ഒരു കാര്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്, ഈ സംഘപരിവാറിൻ്റെ ബുദ്ധിയിൽ പിറന്ന കേരള സ്റ്റോറിക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശ്യമുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ പറയുന്നതല്ലാതെ ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ തരത്തിൽ പ്രവർത്തിക്കുന്നവരെ, അതായത് സംഘികൾക്കെതിരെ വിമർശനം എന്ന് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ വിമർശനം എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസംഘികളെയും ആ രൂപത്തിൽ വിമർശിക്കേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ സിനിമയെ വിമർശിക്കുമ്പോഴും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നവരെ കൂടി വിമർശിക്കേണ്ടതുണ്ട്. അതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കാരണം ഈ കാസ പോലുള്ള സംഘടനകൾ പറഞ്ഞത് പലതും നടപ്പാക്കിയിട്ടുണ്ട്. ഒരു മുൻപ് ഹലാൽ വിവാദം വലിയ രീതിയിൽ ഇവർ കൊണ്ടുവരികയും ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ കടയിൽ നിന്ന് കേക്ക് പോലും വാങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്യുക, ആഹ്വാനം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ രൂപത്തിലൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വല്ലാതെ വിപുലമായൊരു ആശയലോകം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭകൾ വലിയ രീതിയിൽ തന്നെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കുകയും അതിന്മേലൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ചൂണ്ടയിൽ ഏതായാലും കുത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ. സ്മൃതി, നാളെ ചെറിയ പെരുന്നാളാണ്, ഈദുൽ ഫിത്തറാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഗ്രാമങ്ങളിൽ ഈ ചെറിയ മുൾവേലി പടർപ്പുകൾക്കിടയിലൂടെ ഓരോ പെരുന്നാളിനും തൊട്ടടുത്തുള്ള ഉമ്മമാർ നമുക്ക് ബിരിയാണി കൊണ്ട് തരികയും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കയ്യിൽ നിന്നും തരിക്കഞ്ഞി വാങ്ങി കൊടുക്കുകയും ഈസ്റ്റർ ആവുന്ന സമയത്ത് നല്ല ബീഫ് വരട്ടിയത് അപ്പുറത്തേക്ക് കൊടുക്കുകയും പിന്നെ ഉത്സവകാലമാകുമ്പോൾ ഒരുമിച്ചിരുത്തി വിഷുവിനും ഓണത്തിനുമൊക്കെ സദ്യ കഴിക്കുകയും ഒക്കെ ചെയ്തൊരു നാടാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഈ നാടിൻ്റെ രസതന്ത്രം, സാമൂഹിക ബന്ധങ്ങളുടെ രസതന്ത്രം എന്താണെന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു കാരണവശാലും മനസ്സിലാവില്ല. ആ രാഷ്ട്രീയമായിട്ടുള്ള ആ ജോഗ്രഫി എങ്ങനെയാണോ തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡ രാഷ്ട്രീയം ഉണ്ടാവുന്നത്, സമാനമായ രീതിയിൽ സൂക്ഷ്മ നാരികൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ആ നാട്ടിലാണ് ഏതെങ്കിലും രാഷ്ട്രീയ സാധ്യതയുണ്ടോ എന്ന അന്വേഷണവുമായി ഈ സംഘപരിവാരം കുറേ നാളായിട്ട് ആലോചിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യ എന്ന രാജ്യത്തിന് പൊതുവായിട്ട് ഒരാഖ്യാനം സാധ്യമല്ല. ഓരോ സ്ഥലങ്ങളിലും തങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രാദേശിക സഖ്യകക്ഷികളായ സമുദായങ്ങൾ വേണം. അതിനവർ ആദ്യം നോട്ടമിട്ടത് മതത്തിനുള്ളിൽ തന്നെ, ഹിന്ദുമതത്തിനുള്ളിൽ തന്നെയുള്ള ജാതീയ വിഭാഗങ്ങളെയാണ്. അവരങ്ങനെ
ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. കേരളത്തിലും അത് പയറ്റാൻ ശ്രമിച്ചു. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. അട്ടർ ഫെയിലിയറായി പരാജയപ്പെട്ടു പോയി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പരാജയം അവിടെയായിരുന്നു. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് മധ്യ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെയും തമ്മിൽ അപരവിദ്വേഷത്തിൻ്റെ കനലും നിരീപിച്ചാൽ താൽക്കാലികമായ വോട്ട് ലാഭത്തിന് വേണ്ടി അവിടേക്കൊരു എൻട്രി പോയിൻ്റായി കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന വോട്ട് ബാങ്കിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. പക്ഷേ അവർ മറന്നുപോയത് വേലിപ്പടർപ്പുകൾക്കിടയിലൂടെയുള്ള സൂക്ഷ്മമായ സാമൂഹിക ബന്ധങ്ങളെ നിങ്ങൾ എത്രമാത്രം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും അത്ര പെട്ടെന്നൊന്നും വെട്ടിമുറിക്കാൻ കഴിയാത്ത വിധം വളരെ സുദൃഢമായൊരു സാമൂഹിക ബന്ധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മണ്ടന്മാരായിരിക്കുന്ന ആൾക്കാരെ, ദുർബലരായിട്ടുള്ള ആൾക്കാരെ വളരെ പെട്ടെന്ന് കബളിപ്പിക്കുകയും ശക്തരായിട്ടുള്ളവരെ കായികമായി നേരിടുകയും ചെയ്യുന്നതാണ് ഫാസിസത്തിൻ്റെ യുക്തി. യഥാർത്ഥത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വളരെ ദുർബലരായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളിലേക്കാണ് 32,000 എന്ന് പറയുന്നൊരു നമ്പർ വെച്ചുകൊണ്ട് പോകുന്നത്. ആ കണക്കുകളെയാണ് ഇന്ന് പലരും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു കണക്ക് മാത്രം, നമ്മൾ പല കണക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ നിമിഷയുടെയും മെറിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നുവെന്നും ആദ്യം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്, അവർ എൻറ്റയർ ഈ 4 പേരും കൂടി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും 40,000-ഓളം ISIS റിക്രൂട്ട്മെൻറ്റുകൾ നടന്നതിൽ ആകെ 3 കേസുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ആ 3 കേസുകളിൽ മറ്റു മതങ്ങളിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഹിന്ദു മതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഉമ്മൻചാണ്ടി തന്നെ കണക്ക് പറയുമ്പോൾ ആ കണക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ നിൽക്കുന്നവരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, ഈ സിനിമ ഒരു അഡൽട്സ് ഓൺലി സിനിമയല്ലേ സ്മൃതി? അഡൽട്സ് ഓൺലി സിനിമ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇടുക്കി രൂപതയിലെ മെത്രന്മാരിരുന്ന് വിളിച്ചു പറയുന്നത്, ഈ പറയുന്ന വേദപഠന ക്ലാസ്സിൽ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 15, 16, 17 വയസ്സിൽ അഡൽട്സ് ഓൺലി സിനിമകൾ കാണാൻ നിയമം അനുവദിക്കാത്ത ഘട്ടത്തിൽ ആ കുട്ടികളെ അഡൽട്സ് ഓൺലി സിനിമകൾ കാണിച്ചിരിക്കുകയാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ ആദിഭാവം മുതൽ ഈ പറയുന്ന മുഴുവൻ സിനിമകളും ഇവർ കാണിക്കേണ്ടി വരും. ഈ പറയുന്ന ടെസ്റ്റമെൻറ്റിനെ കുറിച്ചുള്ള സിനിമകൾ കാണിക്കേണ്ടി വരും. മാത്രവുമല്ല, ഈ എന്താണ് ഈ മിഷണറി സ്ഥാപനങ്ങളിൽ നടന്നിരിക്കുന്നത്? നമ്മൾ ഇന്നലെ റോബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഫ്രാങ്കോയുടെ കാര്യമൊക്കെ പറഞ്ഞു. അഭയെക്കുറിച്ച് എടുത്തിരിക്കുന്ന സിനിമകളുണ്ട്, കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് എടുത്തിരിക്കുന്ന സിനിമകളുണ്ട്. ഇത്തരം സഭകളിലെ പുരോഹിതന്മാർ പോക്സോ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നതിൻ്റെ എണ്ണമറ്റ ചരിത്രം പറയുന്ന സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ കാണിച്ച് ബോധവൽക്കരിക്കേണ്ടി വരും ഇനി വരുന്ന കാലങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ സൂക്ഷ്മ ബന്ധങ്ങളെ, സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെയെങ്കിലും വേർതിരിക്കാൻ വേണ്ടി ഏതു തരത്തിലും അവ സ്പർദ്ധ ഉപയോഗിക്കും. ഞാൻ ആവർത്തിക്കുന്നു, അതുകൊണ്ടൊന്നും ഈ സമൂഹത്തിനൊരു പോറലും ഏൽക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു ചർച്ചകളായ അന്തരീക്ഷത്തിൽ ഉണ്ടാവും എന്നതിനും അപ്പുറത്തേക്ക് കുറച്ചു കാലത്തേക്ക് ഒരു ഇസ്ലാമോഫോബിയ ഒരു ന്യൂനപക്ഷത്തിനിടയിൽ വളർത്തും എന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ തരിക്കഞ്ഞിയും ബിരിയാണിയും ഈസ്റ്ററിന് ഈ പറയുന്ന ബീഫുലത്തിയതും ഒക്കെ പരസ്പരം വാങ്ങിയും കൊടുത്തും നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. അത്ര പെട്ടെന്നൊന്നും നമ്മൾ കീഴ്പ്പെട്ടു പോവില്ല എന്നതാണ് എൻ്റെ ബോധ്യം. ശരി, ചൂണ്ടയിൽ ഒറ്റ വാചകം നോക്കൂ. രാവിലെ ഈ വാർത്ത വന്ന സമയത്ത് ഞാനായിരുന്നു ഓണയർ. ആ സമയത്ത് അതിൻ്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി കത്തോലിക്ക കോൺഗ്രസിൻ്റെ വക്താവിനെ ടെലിഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ഒരു സിനിമയിലെ അത് പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയല്ലേ അടിക്കുന്നത്, അത് കൊണ്ടാൽ എന്താ കുഴപ്പം എന്നാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ചൂണ്ടയിൽ കൊത്തിയോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 4 പേരും അഭിപ്രായം. മീറ്റ് ദി എഡിറ്റേഴ്സ് അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസ. ഗുഡ് നൈറ്റ്. Meet the editors.